ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൽ 1-ാം അധ്യായം 46-ാമത്തെ തിരുവചനം നമ്മളുടെ മനനത്തിനായിട്ട് നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് പറയുന്നതാണ് വചനഭാവം. പരിശുദ്ധ അമ്മയുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു വിശ്വാസ സത്യം നമ്മളോട് പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടെ എടുക്കപ്പെടുവാനിരുന്ന പരിശുദ്ധ അമ്മയുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവായിരുന്നു. അപ്പോൾ ദൈവം ഉത്ഭവ പാപത്തിൽ നിന്ന് തന്നെ സവിശേഷമായിട്ട് സംരക്ഷിച്ചുവെങ്കിൽ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ളൊരു ജീവിതത്തിന് പരിശുദ്ധ അമ്മ ഉടമയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് ആത്മാവോടും ശരീരത്തോടും കൂടെ എടുത്തു. ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. ഭാരതത്തിലെ മക്കളെന്ന നിലയിൽ, പരിശുദ്ധ അമ്മയുടെ മക്കളെന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തി എന്നുള്ള വചനം. പരിശുദ്ധ അമ്മയുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തിയെങ്കിൽ ആത്മാവോടും ശരീരത്തോടും കൂടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ഭാരതത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും രാഷ്ട്രം നമുക്ക് എന്ത് നൽകി എന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ ചോദ്യം. ഈ 78 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചോദിക്കുന്നുണ്ട്, ഈ 78 വർഷങ്ങൾ കൊണ്ട് എന്തുണ്ടായി? ഇപ്പോഴാണ് പലതും നടക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നത് ഈ 78 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് തങ്ങളുടെ രക്തം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഇനി ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ എത്രമാത്രമാണ് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളത്? ഭാരതത്തിന് നമ്മൾ എന്താണ് സംഭാവന ചെയ്തത്? എൻ്റെ പ്രവൃത്തി കൊണ്ട് ഭാരതത്തെ ഞാൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി എൻ്റെ ആത്മീയമായ പ്രവൃത്തികൾ വഴിയായിട്ട് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മ ആത്മാവോടും ശരീരത്തോടും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമ്മൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ മാതൃരാജ്യമായ ഭാരതത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ സത്പ്രവർത്തികൾ കൊണ്ട് മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തതുപോലെ നമ്മളെയും സ്വർഗത്തിലേക്ക് എടുക്കും. അതുവഴിയായിട്ട് ദൈവത്തെയും നമ്മൾ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറും. അതിനാൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാവുന്ന ചിന്ത എന്നത് പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മളും ആത്മാവും ശരീരവും കൊണ്ട് നമ്മളുടെ ഭാരതത്തെയും ദൈവത്തെയും മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ ഒരു സ്വാതന്ത്ര്യ ദിനവും സ്വർഗാരോപണ തിരുനാളും അങ്ങനെ ദൈവത്തെയും ഭാരതത്തെയും മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.